ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരായ മഞ്ഞപ്പടയുടെ പ്രതിഷേധ റാലിക്ക് പോലീസിന്റെ അനുമതി നിഷേധിച്ചു. പ്രതിഷേധത്തിന് തുനിഞ്ഞാൽ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. സ്റ്റേഡിയത്തിന് പുറത്ത് പ്രതിഷേധത്തിന് നൽകിയിരുന്ന അനുമതിയും പിൻവലിച്ചു. അക്രമാസക്തമായി ഒന്നും ചെയ്യാനല്ല തീരുമാനമെന്നും പിന്നെ എന്തിനാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിക്കുന്നു. ലാസ്റ്റ് മാച്ചിലും നമ്മൾ അതിൻ്റെ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റാലിയും കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയ കൂടി അനൗൺസ് ചെയ്തു, ലൈക്ക് ഇന്നത്തെ മാച്ചിന് നമ്മളൊരു റാലി ചെയ്യുന്നുണ്ട്. അതൊരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിൽ മാത്രം, ജസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ നമ്മളെ അറിയിക്കുക എന്നുള്ള രീതിയിലൊരു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയിലൊരു റാലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പം ആ റാലിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ പോലീസിൽ നിന്ന് ഇൻഫർമേഷൻ വന്നു, ലൈക്ക് അകത്ത് പറ്റില്ല, പുറത്ത് ചെയ്യാം, അകത്ത് ചെയ്യാൻ പറ്റില്ല, പുറത്ത് ചെയ്യാനുള്ള പ്രശ്നമില്ല, നമുക്ക് ഇൻഫർമേഷൻ വന്നു. അപ്പോൾ ഓക്കെ, ഞങ്ങളത് ചെയ്യാം, ഓക്കെ പുറത്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നു. അപ്പം ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പോലീസുകാർ പറഞ്ഞു യാതൊരു കാരണവശാലും ഇത് ചെയ്യാൻ സാധിക്കില്ല, സെക്യൂരിറ്റി റീസൺസ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അക്രമാസക്തമായ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾ ഒരു റാലി മാത്രമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. നമ്മുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് പ്ലേയേഴ്സിനെതിരെയോ അല്ലെങ്കിൽ കോച്ചിങ് സ്റ്റാഫിനോ ഒന്നും എതിരെയല്ല. മാനേജ്മെൻറ്റ് കാണിക്കുന്ന തെറ്റായ രീതികൾ, തെറ്റായ നിലപാടുകൾ അതിനെതിരെ മാത്രമാണ്. നമ്മൾ ഒരിക്കലും മാച്ച് കാണാതിരിക്കുന്നില്ല, മാച്ച് കേടാൻ തന്നെയാണ് നമ്മുടെ പ്രൊട്ടസ്റ്റ് നമ്മൾ ചെയ്തിരുന്നതും അകത്തും പുറത്തും എന്നുള്ള രീതിയിലാണ്. അതിനകത്ത് മാച്ച് ബോയ്ക്കോട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. നമ്മൾ മാച്ച് കാണുന്നു, പ്ലേയേഴ്സിന് ഓഫ് കോഴ്സ് നമ്മൾ ഇതിനകത്ത് പ്ലേയേഴ്സിനെയും കോച്ചിങ് സ്റ്റാഫിനെ നമ്മൾ സപ്പോർട്ട്